ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. പെട്ടെന്നുണ്ടാവും ഒരു മെസ്സേജ് പെട്ടെന്ന് പൊന്തി വരുന്നു, ഒരു ബബിൾ ഒരു റൗണ്ടിൽ ഇവിടെ പറഞ്ഞിട്ട് പൊന്തി വരുന്നു. അതിനാണ് നമ്മൾ പോപ്പപ്പ് എന്ന് പറയും അല്ലെ ബബിൾ മെസ്സേജ് എന്ന് പറയും. അത് നമ്മൾ എന്ത് ചെയ്യണം? വിരലുകൊണ്ട് നേരെ ഇൻടു മാർക്കിലേക്ക് മാറ്റിയിട്ട് പിന്നെയും നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആരോടും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ വിചാരിക്കുക. പിന്നെയും അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അല്ലേ? ഇത് എങ്ങനെയാണ് ഒഴിവാക്കുക? അതിന് നല്ലൊരു മാർഗ്ഗമുണ്ട്, ഞാനത് പറഞ്ഞുതരാം. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈലിൻ്റെ ഹോം പേജിൽ നമുക്ക് മെസ്സേജ് എന്ന് പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ, ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ കാണാം അല്ലേ? ആ ഒരു ഐക്കണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യുക. അവിടെ നമുക്ക് പ്രൊഫൈൽ പിക്ചർ കാണാൻ വേണ്ടി സാധിക്കും. ടോപ്പ് കോർണറിലായിട്ട് ആ പ്രൊഫൈൽ പിക്ചറിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മെസ്സേജ് സെറ്റിങ്സ് പറഞ്ഞിരിക്കുന്നൊരു ഓപ്ഷൻ കാണാം. മെസ്സേജ് സെറ്റിങ്സ് പറഞ്ഞിരിക്കുന്നൊരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ്, പിന്നെ അതിന് താഴെ ബബിൾസ് പറഞ്ഞിരിക്കുന്നൊരു ഓപ്ഷൻ കാണാം. ഇതാണ് നമ്മുടെ വില്ലൻ. ഈ ബബിൾസ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബബിൾഡ് മെസ്സേജാണ് ഇത് വരുന്നത്. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഓൾ കോൺവെർസേഷൻസ് ക്യാൻ ബബിൾഡ്, അതിലാണ് ഇപ്പോൾ നമ്മൾ കിടക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് നത്തിങ് ക്യാൻ ബബിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നടുവിലായിട്ട് സെലക്റ്റഡ് കോൺവെർസേഷൻസ് ക്യാൻ ബബിൾ അങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് ഈ നത്തിങ് ക്യാൻ ബബിൾ എന്നുള്ളത് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതിൻ്റെ താഴെ കണ്ടില്ലേ? അതിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജിയോ എന്ന് വരുന്ന മെസ്സേജുകൾ കാര്യങ്ങൾ എല്ലാം ബബിൾസ് ആയിട്ടാണ് നമുക്ക് വരിക. അതൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് എല്ലാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളതും ബബിൾസ് ഓഫ് ചെയ്യുന്ന ഓപ്ഷൻസൊക്കെ അതിലാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് വരുന്ന മെസ്സേജുകൾ സൈലൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ബബിൾഡ് കോൺവെർസേഷൻസ് നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. ചില ആളുകൾക്ക് ഇത് സൈലൻ്റ് എന്നുള്ളത് ഓണാക്കി വെക്കേണ്ടി വരും, കാരണം ചിലർക്ക് മെസ്സേജുകൾ കാണും താല്പര്യമുള്ള ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇതേപോലെ ബബിൾഡ് മെസ്സേജസ് ഓണാക്കി വെക്കാം, അല്ലാത്തവർക്കാണെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ലോക്ക് സ്ക്രീൻ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഷോൾ നോട്ടിഫിക്കേഷൻസിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. ഹൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയും സാധിക്കും. അതായത് പോപ്പപ്പ് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടെ ലോക്ക് സ്ക്രീനിൽ വരുന്ന കാര്യങ്ങളും നമുക്കിതുപോലെ നോട്ടിഫിക്കേഷനിൽ വരുന്ന കാര്യങ്ങളും ഓഫ് ചെയ്യാൻ സാധിക്കും. ബബിൾഡ് മെസ്സേജുകൾ നമുക്ക് ഇതേപോലെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ബബിൾ മെസ്സേജുകൾ നമ്മൾ എന്തെങ്കിലും വീഡിയോ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചാറ്റ് ചെയ്യുന്ന സമയത്തോ ഉള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ ഏറ്റവും താഴെയുള്ള നത്തിങ് ക്യാൻ ബബിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതൊന്ന് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഇതേപോലെയുള്ള ബബിൾഡ് ആയിട്ടുള്ള മെസ്സേജുകൾ നമുക്ക് വീഡിയോ കാണുന്ന സമയത്തൊന്നും നമുക്ക് വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. പക്ഷേ ചില ആളുകൾ അത് ഓപ്റ്റ് ചെയ്യാറുണ്ട്, കാരണം അവർക്ക് ചിലപ്പോൾ മെസ്സേജുകൾ കാണണമെന്ന് താല്പര്യമുള്ള ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് മാത്രം അത് സെലക്ട് ചെയ്താൽ മതി. ഇല്ലാത്തവരാണെങ്കിൽ നത്തിങ് ആൻഡ് ബബിൾ മെസ്സേജ് എനേബിൾ ചെയ്ത് വെക്കുക. ഇത്രയും കാലം ഈ ബബിൾഡ് മെസ്സേജ് ഒക്കെ ഓരോ പ്രാവശ്യം നമ്മൾ മാനുവലി ഒഴിവാക്കിയതായിരുന്നു അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് ബബിൾ മെസ്സേജ് ഒഴിവാക്കുക എന്നുള്ളത്. ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവർ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.